വന്ദേമാതരം പാടാതെ ഗവർണറുടെ ഔദ്യോഗിക പരിപാടി. സാങ്കേതിക പ്രശ്നം മൂലമെന്ന് വിശദീകരിച്ച് സംഘാടകർ. കൊല്ലത്ത് വന്ദേമാതരം പാടാതെ ഗവർണറുടെ ഔദ്യോഗിക പരിപാടി. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് സംഭവം. ഗവർണർ, രാഷ്ട്രപതി എന്നിവരുടെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പും അവസാനവും വന്ദേമാതരം പാടണമെന്ന് നിഷ്കർഷിച്ച് കഴിഞ്ഞ 28-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി വരുത്തിയിരുന്നു. കഴിഞ്ഞ 28 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സർക്കാർ ഉത്തരവിന് ശേഷമുള്ള ഗവർണറുടെ ആദ്യ ഔദ്യോഗിക പരിപാടിയായിരുന്നു കൊല്ലത്ത് നടന്നത്. തിരുവനന്തപുരത്ത് വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെടിയാങ്കോട് വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 27 പവനും 30,000 രൂപയാണ് മോഷണം പോയത്. നെടിയാങ്കോട് സ്വദേശി ഷാജു സാമുവലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മകളുടെ വീട്ടിൽ പോയിരുന്ന ഷാജുവും കുടുംബവും ഇന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. CCTV തകർത്തും തോർത്തു മൂടിയിട്ടുമാണ് മോഷണം നടത്തിയത്. പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് ആൾമാറാട്ടം നടത്തിയ യുവതി പിടിയിൽ. ഡോക്ടർ ചമഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ യുവതിയെ സുരക്ഷാ ജീവനക്കാർ പിടികൂടി. ന്യൂറോ സർജൻ എന്ന വ്യാജേനയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ യുവതി കയറിക്കൂടിയത്. ഇവ എന്ന് പേര് പറഞ്ഞ യുവതി പെരുന്ന സ്വദേശിയാണെന്നും പറയുന്നു. പേരൂർക്കടയിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ ഡോക്ടർ വേഷത്തിൽ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ കയറിക്കൂടിയത്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ അധികൃതരെ വിവരം അറിയിച്ചു. ഇങ്ങനെയൊരു പേരിൽ ഡോക്ടർ ഇവിടില്ലെന്ന് പറഞ്ഞു. വേഷം മാറി പുറത്തിറങ്ങിയ ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാർ തടഞ്ഞു നിർത്തി പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രഘുനാഥന്റെ കുടുംബത്തിന് സർക്കാർ കൈത്താങ്ങ്. കൊല്ലം പുനലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോട്ടം തൊഴിലാളി രഘുനാഥന്റെ കുടുംബത്തിന് സർക്കാർ കൈത്താങ്ങ്. 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ചു. വനം വകുപ്പ് മന്ത്രിയും വകുപ്പ് മേധാവികളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അടിയന്തര സഹായമായി രഘുനാഥന്റെ കുടുംബത്തിന് 10,000 രൂപ ഉടൻ കൈമാറും. രഘുനാഥന്റെ കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്ന് പുനലൂർ MLA PS സുബാൽ പറഞ്ഞു. കേരളത്തിലെ പ്രായം കുറഞ്ഞ അവയവദാതാവ്. 5 പേർക്ക് പുതുജീവനേകാൻ ആലിൻ. റോഡ് അപകടത്തിന് പിന്നാലെ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ അബ്രഹാമിന്റെ വൃക്കകളടക്കമുള്ള അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. റോഡ് അപകടത്തിന് പിന്നാലെ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആലിൻ. ജീവൻ രക്ഷിക്കാൻ പരിശ്രമിച്ചെങ്കിലും ഇതിനിടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ആലിന്റെ 2 വൃക്കകൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് നൽകുക. ST കോളേജിലെ ചോദ്യപേപ്പർ വിവാദത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. കോളേജ് പ്രിൻസിപ്പൽ. ആലപ്പുഴ ST കോളേജിലെ ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രതികരിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരൻ നായർ VR. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ കോളേജിലെ കുളം നികത്തലുമായി ബന്ധപ്പെട്ടാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. മൂല്യനിർണ്ണയം തുടങ്ങിയപ്പോൾ തന്നെ ചോദ്യപേപ്പറിന്റെ കോഡ് മാറിയത് തിരിച്ചറിഞ്ഞു. ആ വിവരം യൂണിവേഴ്സിറ്റി അറിയിക്കുകയും ചെയ്തു. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ കോളേജിലെ കുളം കുത്തലുമായി ബന്ധപ്പെട്ടതാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരൻ നായർ VR പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമ ചെലവുകളെക്കുറിച്ച് പറയേണ്ടത് ദേവസ്വം ബോർഡ്. മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ച് വിശദീകരണം നടത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. സാമ്പത്തിക ഇടപാട് കൈകാര്യം ചെയ്തത് ബോർഡാണ്. ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി പറയും. ബോർഡ് അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്തു എന്നാണ് കിട്ടിയ മറുപടി. സ്പോൺസറുടെ പൈസ കൊണ്ടാണ് പരിപാടി നടന്നത്. താൻ കൈകാര്യം ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് എങ്ങനെ മറുപടി പറയുമെന്നും വാസവൻ ചോദിച്ചു. താൻ പരിപാടിയിൽ എത്തുന്നതിന് മുമ്പ് രാവിലെ അവിടെ ഒരു ഭജന നടന്നിരുന്നു എന്നാണ് അറിവ്. എന്നാൽ അത് നന്ദഗോവിന്ദം ഭജൻസിന്റേതാണോ എന്നറിയില്ല. നന്ദഗോവിന്ദം ഭജന സംഘത്തെ അവിടെ ക്ഷണിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ +2 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 17-കാരിയായ ശിവകാമിയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടൂർ നെടുങ്കണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ശിവകാമി. അതേസമയം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും ആനക്കൊമ്പുകൾ മോഷണം പോയി. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ആനക്കൊമ്പുകൾ മോഷണം പോയത്. 2 കോടി രൂപ വിലമതിപ്പ് വരുമെന്നാണ് വിവരം.
ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. 1929 സംസ്ഥാന സർക്കാർ കൈമാറിയ ആനക്കൊമ്പുകളാണ് അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ ഇന്നലെ രാത്രിയാണ് പൂജപ്പുര പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് ശേഷമാണ് ആനക്കൊമ്പുകൾ മോഷണം പോയത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥ പോസ്റ്റർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവച്ച രീതിയിൽ കണ്ടെത്തി. LDF ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണിയുടെ മുഖമുള്ള പോസ്റ്ററാണ് കല്ലറയ്ക്ക് മുകളിൽ കണ്ടത്. സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു.